പാടം, ജമുന വിനോദ്, ലക്ഷ്മി പിള്ളൈ എന്നിവരാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വെൽക്കം ടു മധുരഗീതം 101.3 FM. എന്തൊക്കെയുണ്ട്? നന്നായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തിരക്കുകളായിരിക്കും അല്ലേ? ഭയങ്കര തിരക്ക് ആണ്, ഉത്സവം റിലേറ്റഡ് ആയിട്ടുള്ള തിരക്കുകള്. അപ്പം വിജയാന്റിന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിച്ചു തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവം നമ്മള് 2019 ബ്രാംപ്ടണിലെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ മലയാളികൾ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു വർഷം കഴിഞ്ഞപ്പോ 6ാമത്തെ വർഷമാണ്. അപ്പോൾ കോവിഡിന്റെ സമയത്ത് മാത്രമാണ് ഈ പ്രതിഷ്ഠാ ദിനം നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വന്നേ. ഇപ്പോ അതിമനോഹരമായിട്ട് ഗംഭീരമായിട്ട് ഒരു പൊങ്കാലയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉത്സവം മുന്നോട്ട് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയാണ് റിലീജിയസ് ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച് എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക്? ഇതിപ്പോ പ്രതിഷ്ഠ 5 ദിവസമാണ്. സ്റ്റാർട്ടിങ് ജൂൺ 27, ജൂലൈ 1 വരെ. അപ്പോൾ ദിവസവും ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. ജൂൺ 27 വൈകുന്നേരം ശുദ്ധിക്രിയയായിട്ട് തുടങ്ങും. അത് സാറ്റർഡേ 28 ഉച്ചവരെ ഉണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം അയ്യപ്പനും ഗണപതിക്കും ഒക്കെ പൂജകളുണ്ട്. പിന്നെ സൺഡേ ആണ് പൊങ്കാല. ആദ്യമായിട്ടാണ് നടത്തുന്നത് അമ്പലം. അതിൽ എല്ലാവർക്കും ലൈക്ക് സെപ്പറേറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് ഒരു ക്ലോസ് ടു അബൌട്ട് 100 ബുക്കിങ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പൊങ്കാല കഴിഞ്ഞ ഉടനെ പൂമൂടലുണ്ട് ഭഗവതിക്ക്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഡേ. പിന്നെ നമുക്ക് മൺഡേയും എല്ലാ പൂജകളൊക്കെ നടക്കും. പിന്നെ ശരിക്കുള്ള പ്രതിഷ്ഠാ ദിവസമാണ് 1-ാം തീയതി. അപ്പോൾ അന്നും അഭിഷേകങ്ങളും കലശപൂജയൊക്കെ ഉണ്ടാവും. അപ്പോ ഒരുപാട് നാട്ടിലെ പോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാം ചിട്ടപ്രകാരം തന്നെയാണ് ചെയ്യണത് അല്ലേ? അത് തന്നെ, എല്ലാം അതുപോലെ തന്നെ. ശിവേലി ഉണ്ടാവും, മേളം ഉണ്ടാവും, എല്ലാം. അപ്പം ശരിക്കും നാട്ടിലൊരു ഫീലിംഗ് ഉണ്ടാവും. ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ എനിക്ക് പൂരങ്ങളും ചെണ്ട അല്ലെങ്കിൽ അമ്പലം അതിനോടൊക്കെ ഒത്തിരി കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളോട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ശരിക്കും ഇങ്ങോട്ട് കാനഡയിൽ ഇത്രയും ദൂരം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പറയെടുപ്പ് നടത്താറുണ്ട് എല്ലാ വർഷവും വീടുകളിൽ പോയിട്ട് അല്ലേ? അതെ, അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇതിപ്പോ അടുത്ത വീക്കെൻഡ് ആയിരിക്കും ലാസ്റ്റ് വീക്കെൻഡ്. ഇപ്പോൾ 200 കൂടുതൽ ബുക്കിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ പറയെടുപ്പ് അമ്പലത്തിൽ നടത്തുന്നുണ്ട് 3 ദിവസം. ജൂൺ 30th, 29th, 30th and 1st. അപ്പോൾ വീട്ടിൽ നടത്താത്തവർക്ക് അമ്പലത്തിൽ വന്ന് ചെയ്യാം. സാധാരണ നമ്മളുടെ നാടുകളിലും അമ്പലങ്ങളിലും അതുപോലെ തന്നെയാണ് നടക്കുക. വീട്ടില് വെക്കാൻ സൗകര്യമുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിൽ വന്ന് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു. ആളുകൾക്ക് അതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, ഒരു ഭാഗമാവാൻ പറ്റുന്നു എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ബുക്കിങ്ങുകളുടെ കാര്യങ്ങളുണ്ട്. ഓരോ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യണം. പറയെടുപ്പിനായാലും അല്ലാതെയുള്ള എന്ത് റിലീജിയസ് ആയിട്ടുള്ള ഇവന്റിനായാലും നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള സ്പോൺസർഷിപ്പ്, അതുപോലെ പാർക്കിംഗ്, അതുപോലെ നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അതിനൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് എന്താണ് അറിയേണ്ടത്? ആക്ച്വലി എല്ലാ ബുക്കിങ്ങും, നമ്മളുടെ പൂജ റിലേറ്റഡ് എല്ലാ ബുക്കിങ്ങും നമുക്ക് ഓൺലൈൻ വഴി ലഭ്യമാണ്. guruvayur.ca എന്നുള്ള വെബ്സൈറ്റിൽ എല്ലാ സ്പെഷ്യൽ പൂജകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പൊങ്കാലയാണ് ഇപ്രാവശ്യം ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഋഗ്വേദ മുറജപം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്പെഷ്യൽ പൂജയാണ്. അത് 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ആ നെയ്യ് ഭഗവാന് സമർപ്പിച്ചിട്ട് അത് ഡിവോട്ടീസിന് കൊടുക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയെടുപ്പ് ഇപ്പൊ പറഞ്ഞില്ലേ, പറയെടുപ്പ് വീട്ടിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് അമ്പലത്തിൽ ഈ ലാസ്റ്റ് 3 ദിവസം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ബാക്കിയുള്ള ചെറിയ പറകള്, നെൽപ്പറ, അരിപ്പറ, അങ്ങനെയുള്ള എല്ലാ പറകളും അതെല്ലാ ദിവസവും അവൈലബിൾ ആണ്. കൂടാതെ ഗണപതിക്ക് എന്താ പറയാ, നമ്മളുടെ സഹസ്രാപ്പം, ഗണപതിക്ക് സഹസ്രാപ്പം നിവേദിക്കുന്നുണ്ട്. ഭഗവതിക്ക് പൂമൂടല്, അയ്യപ്പന് പുഷ്പാഭിഷേകം, ഇതെല്ലാം. പിന്നെ സഹസ്രദീപം തെളിയിക്കുന്നത്, എല്ലാം നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. അതെല്ലാം ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ട് അമ്പലത്തിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് ലിമിറ്റഡ് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ 2 സ്കൂളിൽ പാർക്കിംഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ഷോ പബ്ലിക് സ്കൂളും മൗണ്ടൻ ആഷ് പബ്ലിക് സ്കൂളും ആണ്. അതിന്റെ ടൈമിംഗ് നമ്മൾ വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിന്റെ ടെമ്പിളിന്റെ ഗേറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മളുടെ ഫുഡിന്റെ കാര്യമാണെങ്കിൽ അന്നദാനത്തിന്റെ കാര്യം നമ്മൾ എല്ലാ ദിവസവും ഈ 5 ദിവസവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിവോട്ടീസിന്. അപ്പൊ അതിൽ ആർക്കെങ്കിലും നമുക്ക് അന്നദാനത്തിന് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻഡിവിജ്വൽ ആണെങ്കിലും കോർപ്പറേറ്റ് ആണെങ്കിലും നമുക്ക് അത് അവൈലബിൾ ആണ്. നേരിട്ട് നമ്മുടെ അമ്പലത്തിൽ വിളിച്ചിട്ട് അത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അന്നദാനം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ അത് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരെ അവർ സ്റ്റിൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജമുന ചേച്ചിയാണ് ഈ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത്. അപ്പൊ എപ്പോഴും എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം ഞാൻ ഉത്സവത്തിന് ചെന്നപ്പോഴും പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും പാർക്കിംഗ് സ്ലോട്ട് ഉണ്ടായിട്ട് പോലും അത്രയധികം ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതൊരു സന്തോഷമാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതില് ഒരു ഇതും കൂടി ഉണ്ട്. നമ്മളിപ്പോ പാർക്കിംഗ് പബ്ലിക് സ്കൂളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ടെമ്പിളിലേക്ക് നമ്മള് വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ആണ്. അപ്പൊ അതിന്റെ ടൈമിംഗ് ആണ് നമ്മൾ ഇപ്പോ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞത്. ഫ്രീ ആയിട്ടുള്ള ഇത് എപ്പോഴും ഒരു 20 to 30 മിനിറ്റ്സ് ഇൻ ബിറ്റ്വീൻ അതുണ്ടാവും. അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ടെമ്പിളിൽ എത്താനായിട്ട്. ഷട്ടിൽ സർവീസ് ആയിട്ട് അത് ഉണ്ടാവും. അത് ശരി. അപ്പൊ എല്ലാ തരത്തിലും നമ്മള് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് ഒരു ഉത്സവം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിനം എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലും ആദ്യം എത്തുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഈ കൾച്ചറൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഈ കുഞ്ഞില് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഈ എന്റെ ഡാൻസ് സ്കൂളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യും. ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു സ്ലോട്ട് കിട്ടും. 1 മണിക്കൂറിന്റെ ഉള്ളിലാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പറയും. ആ ഒരു 1 മണിക്കൂർ സ്റ്റേജിന്റെ പുറകിൽ കാത്തിരുന്നതും ശരിക്കും പറഞ്ഞാൽ അതിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഓർമ്മയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകൾ ഇതാ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ കാനഡയിലും കൂടി കിട്ടണു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ലക്ഷ്മി ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് വോളണ്ടിയറിങ്ങിനെയും അതുപോലെ തന്നെ ഈ ഒരു കൾച്ചറൽ ഇവന്റ്സിൽ എന്നൊക്കെയാണ് ഇത് നടക്കുന്നത്, എത്ര നാളാണ്, എത്ര പേര് നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലക്ഷ്മി ചേച്ചി നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെ, വളരെ സത്യമാണ്. കൾച്ചറൽ ഈവൻറ്റ്സ് ഇല്ലാതെ ഒരു ഉത്സവം അഖിലമായിട്ട് നടക്കുന്നതാണ്. കൾച്ചറൽ പ്രോഗ്രാംസ് പാർട്ട് ഓഫ് ദ പ്രതിഷ്ഠ ഫെസ്റ്റിവൽ. 27-ാം തീയതി വൈകിട്ട്, ഫ്രൈഡേ 27-ാം തീയതി വൈകിട്ടാണ് കൾച്ചറൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് എൻഡിങ് ഇൻ July 1st, വിച്ച് ഇസ് എ പ്രതിഷ്ഠ ഡേ. 27th ഈവനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ഭജൻ ആൻഡ് ദെൻ വില്ലുപാട്ട്, പിന്നെ പല പല ക്ലാസിക്കൽ ഫോംസ് ഓഫ് ഡാൻസസ്, മ്യൂസിക് ആൻഡ് അതർ പ്രോഗ്രാംസ് ഓൾസോ ദർ. And ലാസ്റ്റ് ഡേ July 1st ഈവനിങ്ങിൽ കഥകളിയിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ലവണാസുര വധം കഥകളിയാണ് ഇപ്രാവശ്യത്തത്. പിന്നെ സൺഡേ ഈവനിങ്ങിൽ 29th സൺഡേ ഈവനിങ്ങിൽ ഗാനമേളയുണ്ട്. ആൻഡ് മോഹിനിയാട്ടം, ഭരതനാട്യം ആൻഡ് അതർ classical music, everything is there. Come and enjoy. It's very fantastic evenings and fantastic programs. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞാനും എൻ്റെ പാട്ടാണ് അതുകൊണ്ട് ഞാനത് ആസ്വദിച്ചു. ശരിക്കും നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റും തീർച്ചയായും. പിന്നെ ഞങ്ങൾക്ക് വോളണ്ടിയറിങ് പ്രോഗ്രാംസ് ഉണ്ട്. കഴിഞ്ഞ 2024 തന്നെ 200 to 300 പീപ്പിളാണ് വന്ന് വോളണ്ടിയർ ചെയ്തത്. അത് അവരുടെ എല്ലാം ഒരു ഭാഗ്യം എന്നാണ് പലരും എന്നോട് അറിയിച്ചത്. വളരെ നല്ലൊരു സിറ്റുവേഷൻ, എൻവയോൺമെൻറ്റിൽ അവർക്ക് എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനും നെറ്റ്വർക്കിംഗ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഐഡിയാസ് ഷെയർ ചെയ്യാനും, കുട്ടികൾക്കാണെങ്കിലാവട്ടെ അവർക്ക് സ്കൂൾ വോളണ്ടിയറിങ് അവേഴ്സിന് കിട്ടാനും ഇത് വളരെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൊണ്ടുവരാനും അവർക്ക് ഷെയറിങ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും ഒക്കെ അവർക്ക് വളരെ നല്ലൊരു എൻവയോൺമെൻറ്റാണ് അമ്പലം. ആൻഡ് മേക്കിംഗ് ഫ്രണ്ട്സ്, റൈറ്റ്? സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ദം ടു കം ആൻഡ് serve for all this
ഓൾ ദീസ് ഡേയ്സ്. ആൻഡ് ദെൻ നമ്മൾ എൻകറേജ് ചെയ്യണം പലരെയും ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കൂടെ സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്ത് ഭഗവാന്റെ ദർശനവും ഭഗവാന്റെ പുണ്യവും ലഭിച്ചുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് എൻകറേജ് ചെയ്യുന്നു. ശരിയാണ്. നമ്മൾക്ക് നമ്മുടെ കൾച്ചറലായിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇത്രയും ദൂരെ, നാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ നിങ്ങൾ ഇത്രയും അധികം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആളുകൾ എത്തണം, അതിന്റെ ഭാഗമാവണം എന്നുള്ളത് നിർബന്ധമാണ്. അമ്പലങ്ങൾ എന്നും കൂട്ടായ്മയുടെ സ്വകാര്യം പറയുന്നതാണ്. എപ്പോഴും എനിക്ക് അമ്പലത്തിന്റെ ഓർമ്മകളിൽ എന്റെ കൂട്ടുകെട്ടുകളും അമ്പലത്തിലേക്കുള്ള നടന്നുള്ള പോക്കും അതുപോലെ ചന്ദനവും ചെറിയ അവിലും മലരൊക്കെ കൂടിയുള്ള പ്രസാദവും എല്ലാം നല്ല മധുരമുള്ള ഓർമ്മകളാണ്. അപ്പൊ ഈ ഓർമ്മകളുടെ സുഖം ഉറപ്പായിട്ടും ഇനിയും വരുന്ന തലമുറകൾ അറിയണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും അമ്പലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഉത്സവത്തിനെ കുറിച്ചും പ്രതിഷ്ഠാ ദിനത്തിനെ കുറിച്ചും അവസാനം രണ്ട് വാക്കുകൾ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്നേഹപൂർവ്വം. ഞങ്ങളുടെ കൂടെ വന്ന് ഇത് ഉത്സവം ഒരു അടിപൊളിയാക്കി നടത്തണം. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്നറിയാം, നാടൻ ഫീലിംഗ് ഉണ്ടാവും. ശരി. അപ്പൊ 3 പേരുടെയും ഡെഡിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വാട്സാപ്പിൽ ഇന്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന ആള് പറഞ്ഞു, വിജി ആന്റിന്റെയും ലക്ഷ്മി ചേച്ചിയുടെയും പിന്നെ ജമുന ചേച്ചിയുടെയും ഡെഡിക്കേഷനെ കുറിച്ചും ഒന്ന് പറയണം. ഈ ഒരു അമ്പലത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ്സും നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടും പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നന്ദി. നല്ലൊരു അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നതിന്, ഇങ്ങനൊരു ഉത്സവം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അവസരം തന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും, ഇനിയും വേറെയും കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് എന്നറിയാം, അവർക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും ബ്രാംപ്ടൺ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോകണം, നിങ്ങളെ ദർശിക്കണം. ഭഗവാന്റെ ചടങ്ങുകളും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറൽ ഇവന്റുകളും എല്ലാത്തിന്റെയും ഭാഗമാവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നതെന്ന്. ഇപ്പോൾ റേഡിയോയിൽ മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ആഹയുടെ പേജിലാണെങ്കിൽ ലൈവായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വളരെ സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടും എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ചില, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനെ കുറിച്ച് കുറച്ചധികം ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു 2-3 പേരുണ്ട്. നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടണിൽ നിന്നും ടെമ്പിൾ മാനേജർ വിജി വട്ടവുംപാടം, അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ലക്ഷ്മി പിള്ള, ജമുന, വിനോദ് എന്നിവർ നമ്മുടെ കൂടെ ഇന്ന് ആഹാ സ്റ്റുഡിയോസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്ലി വെൽക്കം എവ്രി വൺ. താങ്ക് യു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ അറിയാം. നമ്മുടെ ആ അമ്പലത്തിൻ്റെ ഉത്സവം വരികയാണ്. ഉത്സവത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ പലരും റെഡി ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ പ്രതിഷ്ഠാദിനം ആണ്. ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ടെമ്പിൾ മാനേജറിനോട് തന്നെ ആദ്യം ചോദിക്കാം. നമ്മുടെ ഈ ഉത്സവവും പ്രതിഷ്ഠാദിനവും അതുമായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഒന്ന് പറയാം. അമ്പലം ഈ ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങുവാണ്. ഉത്സവം ഫ്രം 27th of June to 1st of July ആണ്. 27th ഈവനിങ് ശുദ്ധിക്രിയകളായിട്ട് തുടങ്ങും. എല്ലാ സാറ്റർഡേ ഉച്ചവരെ. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് അയ്യപ്പന് പുഷ്പാഭിഷേകവും ഗണപതി ഭഗവാന് സഹസ്രാർപ്പമുണ്ട്. പിന്നെ 28th ഉച്ചവരെ വൈകുന്നേരം വീട്ടൊക്കെ. പിന്നെ 29th ഭഗവതിയുടെ ദിവസം പൊങ്കാലയായിട്ട് തുടങ്ങും രാവിലെ. അപ്പം എല്ലാവർക്കും ഓരോരുത്തർക്കും സെപ്പറേറ്റായി ചെയ്യാൻ പറ്റും, അവസരം കൊടുക്കും. അതൊരു ഓൾമോസ്റ്റ് 100 ബുക്കിങ്സ് കാണും. അത് കഴിഞ്ഞ് പൊങ്കാല കഴിഞ്ഞ് ഭഗവതിയുടെ പൂമൂടലാണ്. അത് സൺഡേ. പിന്നെ മൺഡേയും ഒരുപാട് പരിപാടികളുണ്ട് അമ്പലത്തിൽ, പൂജകളും ഒക്കെ. അത് ഡിവോട്ടീസിന് ബുക്ക് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള ദിവസമാണ് ജൂലൈ 1. ജൂലൈ 1 25 കലശാഭിഷേകമുണ്ട് ഗുരുവായൂരപ്പന്, ഉപദേവതയ്ക്കൊക്കെ. പിന്നെ സഹസ്രദീപം 3 ദിവസം ഉണ്ടാവും. 3
നിറമാല ഇതൊക്കെ ഉണ്ടാവും. അതാണ് മെയിനായിട്ട്. സാധാരണ ഇതുപോലെ പറഞ്ഞു തീർന്ന റെഡി ഉണ്ടായിരുന്ന ഇല്ല. സാധാരണ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഏറ്റു പറയാറുണ്ട് ലിസണേഴ്സിനെ കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് പക്ഷേ എൻ്റെ കയ്യിലെ എണ്ണത്തിനപ്പുറത്തേക്ക് പോയി. അത്രയധികം കാര്യങ്ങൾ ഭക്തർക്കായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് മൊത്തം അറിയാം. അപ്പോൾ ഞാനായിട്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങൾ ഇനിയുമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടെ ജമുന വിനോദ്, നമ്മുടെ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ജമുന വിനോദിനോട് ചോദിക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പൂജ ബുക്കിംഗ്, അതുപോലെ തന്നെ പാർക്കിംഗ്, പിന്നെ അന്നദാനം, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ അങ്ങ് എത്തിയേക്കായിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. ഓൺലൈൻ ബുക്കിങ്ങിന് നമുക്ക് പൂജ ബുക്കിംഗ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. guruvayur.ca എന്നുള്ള വെബ്സൈറ്റിൽ എല്ലാ ബുക്കിങ്ങും അവൈലബിൾ ആണ്. പൂജകൾ, സ്പെഷ്യൽ പൂജ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊങ്കാല തന്നെയാണ്. പൊങ്കാല ശരിക്കും ഇപ്പോൾ നമ്മൾ ഓൾറെഡി 100 തന്നെ ആയി. അപ്പോൾ ഇനി കുറച്ച് സ്ലോട്ട്സ് അവൈലബിൾ ആണ്. അത് ഡയറക്റ്റ് നമുക്ക് ടെമ്പിളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഓൺലൈൻ നമ്മൾ ബ്ലോക്ക് ചെയ്തു, കാരണം നമ്പേഴ്സ് കൂടിയതുകൊണ്ട്. പിന്നെ ഉള്ളത് ഒരു പുതിയൊരു എന്താ പറയാ പൂജ എന്ന് പറയുന്നത് ഋഗ്വേദ മുറജപം എന്ന് പറഞ്ഞത് 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നെയ്യ് ജപിച്ചിട്ട് അത് ഭഗവാന് സമർപ്പിച്ച് ആ നെയ്യ് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കും. അത് ഒരു പുതിയൊരു സ്പെഷ്യൽ പൂജയായിട്ട് തന്നെ എല്ലാവർക്കും ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് പറയെടുപ്പ്, എല്ലാ വീടുകളിലുള്ള പറയെടുപ്പ് ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് അതിന്റെ പറ സമാപനമാണ്. സൺഡേ, നെക്സ്റ്റ് സൺഡേ പറ സമാപനം. ഉത്സവത്തിനോട് മുമ്പ് തന്നെ പറ എല്ലാം ദേശത്തു നിന്നുള്ള പറകളെല്ലാം തിരിച്ചു വന്ന് പറ സമാപനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് വീടുകളിൽ ബുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ടെമ്പിളിൽ വന്ന് ബുക്ക് ചെയ്യാം. അത് ലാസ്റ്റ് 3 ദിവസം 29, 30 and 1st അത് 3 ദിവസം അമ്പലത്തിൽ പറയിടാവുന്നതാണ്. അത് കൂടാതെ ചെറിയ പറകൾ, ഇപ്പൊ നെൽപ്പറ, അരിപ്പറ, മലർപ്പറ, അതെല്ലാം എല്ലാ ദിവസവും നമുക്ക് ബുക്ക് ചെയ്യാം. അതുകൂടാതെ വിജയന്തി പറഞ്ഞോട്ട് ഭഗവതിക്ക് പൂമൂടൽ, അയ്യപ്പന് പുഷ്പാഭിഷേകം, ഗണപതിക്ക് സഹസ്രാപ്പം, അങ്ങനെ ഒരു വലിയൊരു നീണ്ട സ്പെഷ്യൽ പൂജകൾ തന്നെ ഉത്സവത്തിനോടനുബന്ധിച്ചുണ്ട്. ഒരു 28 നമ്പേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇനി വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ട് അമ്പലത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാം. അതാണ് നമ്മുടെ പൂജ ലിസ്റ്റ്. പ്ലസ് പക്ഷേ ചോദിച്ചോട്ട് അടുത്തത് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് നമുക്ക് അമ്പലത്തിൽ ലിമിറ്റഡ് പാർക്കിംഗ് ആണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ 2 സ്കൂളിലായിട്ടാണ് പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഷോ പബ്ലിക് സ്കൂളിലും പിന്നെ മൗണ്ടൻ ആഷ് പബ്ലിക് സ്കൂളിലും ആണ്. അവിടെ നിന്ന് ഡിവോട്ടീസിന് ടെമ്പിളിലേക്ക് വരാനായിട്ട് ഒരു ഷട്ടിൽ സർവീസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ടൈമിംഗ് നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ടെമ്പിളിന്റെ ഗേറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും. പിന്നെ ഉള്ളത് അന്നദാനമാണ്. ഈ 5 ദിവസവും അന്നദാനം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഈ 3ഉം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ അതിന് അന്നദാനത്തിന് ഇനിയിപ്പോ സ്പോൺസർ ചെയ്യാൻ ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് ലെവലിൽ സ്പോൺസർഷിപ്പ് ആവശ്യമുള്ളവർക്ക് നേരിട്ട് ആ ടെമ്പിളിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രതിഷ്ഠാ ദിനത്തിന്റെ അന്നൊരു മിനി സദ്യ ഉണ്ടാവും. ഇതാണ് ഫുഡ് അന്നദാനത്തിനെ പറ്റിയുള്ളത്. അപ്പോൾ ഇനി പൂജ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വീണ്ടും എടുത്തു പറയാൻ പറ്റില്ല, അത്രയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അടുത്ത 2 സ്കൂളുകളിലായിട്ട് പാർക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് ഷട്ടിൽ സർവീസ് ബസ്സുകൾ ഉണ്ടായിരിക്കും. അതിന്റെ ടൈമിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അന്നദാനം അത് തെറ്റാതെ കൃത്യമായിട്ട് പറയാം. 5 ദിവസവും നിങ്ങൾക്ക് 3 നേരത്തെ ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യവും കൃത്യമാണ്. താങ്ക് യു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴെല്ലാം കണ്ട ഒരു കാര്യമാണ്, അവിടെ എല്ലാവരും വളരെ ആസ്വദിച്ച് കണ്ട പരിപാടിയാണ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വോളണ്ടറി കൾച്ചറൽ പ്രോഗ്രാംസ് അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാമോ? കൾച്ചറൽ പ്രോഗ്രാംസ് ഇല്ലാതെ ഉത്സവമില്ലല്ലോ. വളരെ ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് നിറഞ്ഞതാണ് നമ്മുടെ അമ്പലത്തിലെ പ്രോഗ്രാംസ്. 27-ാം തീയതി ഫ്രൈഡേ ഈവനിങ്ങിലാണ് കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് എ ഭജൻ ആൻഡ് ഫോളോഡ് ബൈ വില്ലുപാട്ട്. പിന്നെ എൻഡ് ചെയ്യുന്നത് കഥകളി, ലവണാസുര വധം കഥകളിലൂടെയാണ്. അത് ജൂലൈ 1-നാണ് ഓൺലി
study എന്നാണ് കഥകളി. ഇടയ്ക്ക് പല പ്രോഗ്രാംസ് ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക്, dances and തിരുവാതിരക്കളി, പൂക്കളി, then various other forms of arts are also being done for the cultural programs. Come and enjoy. It's so fun time we are going to have, and you will be able to meet a different group of people. There are so many people out there and speaking your language or from other places. So it's you can come and enjoy. And വോളണ്ടിയറിംഗ് പ്രോഗ്രാമാണ്. നമുക്ക് ഒരുപാട് വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട് അമ്പലത്തിലേക്ക്. എല്ലാ വർഷവും ഒരു 200-300 വോളണ്ടിയേഴ്സ് വരാറുണ്ട് പ്രതിഷ്ഠ ഉത്സവത്തിന്. ഇപ്രാവശ്യം അതേ നമ്പേഴ്സ് തന്നെ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അവരുടെ നേരത്തെ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവരതൊക്കെ വളരെ ഒരു വലിയ കാര്യമായിട്ടാണ്, വലിയ ഭാഗ്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് they keep coming back and they are our strong pillars for the temple, supporting the temple. പിന്നെ കുട്ടികളുടെ യൂത്ത് ഗ്രൂപ്പ് തന്നെയുണ്ട്, യുവാത്മാ ഗ്രൂപ്പുണ്ട്. അവർക്ക് സ്പെഷ്യൽ പ്രോഗ്രാംസ് വേറെ ഉണ്ട്. പിന്നെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ സ്റ്റുഡൻസിന് അവർക്ക് നമ്മൾ ടെമ്പിൾ അവേഴ്സ് കൊടുക്കും, വോളണ്ടിയറിംഗ് അവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. അത് മാത്രമല്ല റെഫറൻസ് ലെറ്റേഴ്സും അവർക്ക് കൊടുക്കുന്നതായിരിക്കും. And this is a wonderful opportunity for them to meet people, network with people, and respect learn respect each other, and improve their judgment skills and leadership skills. അതൊക്കെ വളർത്തിയെടുക്കാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സോ അമ്പലത്തിൽ വന്ന് 5 ദിവസം നമ്മുടെ ഒപ്പം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തോടെ പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് പോകാം. അപ്പോൾ വളരെ കോയിൻസിഡൻ്റലി നമ്മൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ പീസ് ഡേ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാണ്. കോയിൻസിഡൻ്റലി നടന്നതായിരിക്കാം ഇത്. നിങ്ങൾക്കിപ്പോൾ ഈ നമ്മുടെ ബ്രാൻഡനിലെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ ഉത്സവത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. നാട്ടിലെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ശോഭ ഒട്ടും കുറയാത്ത രീതിയിലാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പീസ് ഡേയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനും ഒരു അല്പം ആശ്വാസം കിട്ടാനും ഒക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും നിങ്ങൾ അവിടെ പോകുന്നതും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തന്ന ടെമ്പിൾ കമ്മിറ്റിയിൽ നിന്ന് വന്ന മെമ്പേഴ്സിനെല്ലാം ഫാമിലിയുടെ പേരിലുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. താങ്ക്സ് വൺസ് അഗെയിൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും വളരെ സന്തോഷം. നിങ്ങൾ ഈ ഒരു ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ അമ്പലത്തിലെ ഡീറ്റെയിൽ. അപ്പോൾ അത് നമ്മൾ മുഖാന്തരം എല്ലാവരെയും അറിയിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഡേറ്റ്സും കുറേ കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഉത്സവത്തിന് പോവുക. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്ത് സന്തോഷമായിട്ട് പരിപാടികളൊക്കെ കണ്ട് പ്രാർത്ഥനയൊക്കെ നടത്തി അന്നദാനം എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് പോവാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഡീറ്റെയിലുമായിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമുക്ക് വീണ്ടും കാണാം. സോ ലിസണേഴ്സ്, നമുക്ക് വീണ്ടും ഒരു നല്ല പാട്ട് കേൾക്കാം. പാട്ട് കേട്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒത്തുചേരാം. യു ആർ ലിസണിംഗ് ടു ആസാദ് ദേശം മഹാപ്രായ വിത്ത് ആർ ഷെയറിംഗ് ഇൻ ദ ലൈഫ് ഫോർ 20.